ARM നമ്മള് വേറൊരു തരം മാസാണെങ്കിൽ ഇത് പക്ക മാസാണ്. ഒരു എന്താ പറയാ, ഒരു തെലുങ്ക് ഹിന്ദി സ്റ്റൈലൊക്കെ ഇന്റർനേഷൻ ഒക്കെ ഒരു പക്ക മാസ് സ്റ്റൈലാണ്. ആ ഒരു ഇന്റർവൽ ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ അതിന്റെ ഒരു എന്താ പറയാ, ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. അവസാനമൊക്കെ ആകുമ്പോൾ ആളുടെ ഒരു ഐഡന്റിറ്റി റിവീലൊക്കെ ഉണ്ട്, അത് കൊള്ളാം. പടം വൈസ് കൊള്ളാം ബ്രോ. ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണല്ലോ പറയുന്നത്. കുറെ ഉള്ളത് നമുക്കിപ്പം എല്ലാ പടം ഏറ്റവും കൂടുതൽ പറഞ്ഞ മലയാളത്തിലാണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലും കാര്യങ്ങളാണ്. അവസാനം 40 മിനിറ്റ് ടോവിന് ഇവിടെ ലുലുമോള് പ്രൊമോഷൻ എന്ന് പറഞ്ഞു. ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യാമറ വർക്കാണെങ്കിൽ എടുത്തേക്കുന്ന ചെയ്യുകയാണെങ്കിൽ ഒരു സംഭവം പുള്ളിക്കൊരു ഇതുണ്ട്, ഐഡന്റിറ്റി ഉണ്ട് ടോവിനോന് കാര്യങ്ങളൊക്കെ. ആ ഒരു സാധനം ഭയങ്കര രസമായിരുന്നു. ഒരു ഇത് ഇന്റർവ്യൂവിന് മുന്നേ ഉള്ള എൻഗേജിങ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് കാട്ടിക്കുള്ള വലിച്ച് ഇന്ന കാര്യങ്ങളും പിന്നെ ഇതില് കുറച്ച് ആൾക്ക് കൺഫ്യൂസിങ് ആണ് സംഭവമാണ്. അത്യാവശ്യം ഒന്ന് ചിന്തിച്ചോ, ഈ വില്ലനും ആദ്യം സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ സെയിം ആണ്. ഓവറോൾ നോക്കിയാൽ പടാൻ കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ തൃശ്ശൂർ നടി മലയാളത്തിൽ വന്ന് ഇങ്ങനെ ഒരു പടം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മള് നല്ല പടമായിരുന്നു. സെക്കൻഡ് പാർട്ട് തൊട്ടാണ് എൻഗേജിങ്. ക്ലൈമാക്സ് ആയിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല ആക്ടിങ് ആയിരുന്നു. കൊള്ളാം, നല്ലതായിരിക്കും. പടം നല്ല പടം തന്നെ. എടുത്തുപോയ ക്ലൈമാക്സ് ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല പടമാണ്. കഥ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നി. മേക്കിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. കൃഷ്ണൻ ടോവിനോയുടെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര നല്ല സിനിമയാണ്. പടം കൊള്ളായിരുന്നു, നൈസായിരുന്നു. ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ സാധനങ്ങളുണ്ടായിരുന്നു. കുറെ ക്ലീഷേ ബ്രേക്കിംഗ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആക്ഷൻ കൊള്ളായിരുന്നു, ടെക്നിക്കൽ എലമെന്റ്സ് കൊള്ളായിരുന്നു. പിന്നെന്തുവാ, ആക്ടിങ് നൈസ് ആയിരുന്നു ടോവിനോന്റെ. എടുത്തു പറയാൻ ഫൈറ്റ് സീൻ, ഇതിൽ ഒരുപാട് ഫൈറ്റ് സീൻ ഇല്ല, 1-2 ഫൈറ്റ് സീനേ ഉള്ളൂ. 2 ഫൈറ്റ് സീൻ നൈസ് ഫൈറ്റ് സീനാണ്. പിന്നെ എന്തോ BGM കൊള്ളായിരുന്നു, ക്യാമറ വർക്ക് നൈസ് ആയിരുന്നു, എഡിറ്റിംഗും കൊള്ളായിരുന്നു. ചമ്മൻ ചാക്കോണ്ട് എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് നൈസായിരുന്നു. മൂവി അടിപൊളി ബ്രോ. ടോവിനോ റോക്ക് സീരിയസ്ലി. ഫൈറ്റ് സീൻസ് ഒക്കെ കൊള്ളാം, അടിപൊളി. ത്രിഷ ഓൾസോ നെയിൽഡ് ഇറ്റ്. എടുത്തു പറയാൻ ഫൈറ്റ്സ് കൊള്ളാം, നല്ല ഫൈറ്റ്സ്. സോറി, പോസിറ്റീവ് ലൈക്ക് കുറ്റം പറയാനൊന്നുമില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ പോസിറ്റീവ് തിങ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോവിനൊരു എന്താ പറയാ, നമ്മൾ കണ്ടിട്ടുള്ളതിനേക്കാളും ടോവിനൊരു മാസ്. ഇപ്പൊ ARM നമ്മള് വേറൊരു തരം മാസാണെങ്കിൽ ഇത് പക്ക മാസാണ്. ഒരു എന്താ പറയാ, ഒരു തെലുങ്ക് ഹിന്ദി സ്റ്റൈലൊക്കെ ഇന്റർനേഷൻ ഒക്കെ ഒരു പക്ക മാസ് സ്റ്റൈലിലാണ് ടോവിനെ പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു സർപ്രൈസ്, ഒരു സൂപ്പർ സാധനമാണ്. എന്തായാലും ടോവിനെ 2025 കൊണ്ടുപോകും. എടുത്തു പറയാനായിട്ട് അതിലൊരു എന്താ പറയാ, അതിൽ നമ്മളൊരു ഫ്ലൈറ്റിനകത്തുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്, അത് ഇന്റർനേഷൻ, അതൊക്കെ അത് നല്ലൊരു സാധനമാണ്. എന്തായാലും പടം സൂപ്പർ ആയിട്ടുണ്ട്. നല്ല മൂവി ആയിരുന്നു. ഈ ഫോറൻസിക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എൻഗേജിങ് ആയിരുന്നു മൂവി. കുറച്ചുകൂടെ എൻഗേജിങ് ആയിരുന്നു. ക്ലൈമാക്സ് കുറച്ചുകൂടെ നന്നായിരുന്നു. ആ ഫ്ലൈറ്റിലെ സീനൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിരുന്നു. പിന്നെ അതിന്റെ ഇന്റർവൽ പഞ്ചൊക്കെ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇന്റർവൽ ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ അതിന്റെ ഒരു എന്താ പറയാ, ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇന്റർവലിന് ശേഷമാണെങ്കിലും ആ ഒരു ഫ്ലോ അവർ നന്നായിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ പിന്നെ ടോവിനോര് അറിയാലോ, ആളിപ്പം ഭയങ്കര പുതിയ പുതിയ ക്യാരക്ടറൊക്കെ ചെയ്യാൻ തുടങ്ങിയ ശേഷം ഈ സിനിമ നല്ല ത്രില്ലറായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. ഒരു അവസാനമൊക്കെ ആകുമ്പോൾ ആളുടെ ഒരു ഐഡന്റിറ്റി റിവീലൊക്കെ ഉണ്ട്, അത് കൊള്ളാം. പിന്നെ തൃഷ നൈസാണ്. പിന്നെ മലയാളത്തിൽ വന്നതിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. നൈസായിട്ട് എടുത്തിട്ടൊക്കെ ഉണ്ട്. ഡബിങ് ഒക്കെ പക്കയാ. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഉണ്ട്. പിന്നെ മിസ്റ്ററി ആയതുകൊണ്ട് അവസാനമൊക്കെ ആയപ്പോൾ ട്വിസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. എടുത്തു പറയാന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഒരു ലാഗ് ഉണ്ട്, ഫസ്റ്റ് ഹാഫ് ലാഗ് ഉണ്ട്, പിന്നെ പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട് അവസാനമൊക്കെ ആയപ്പോൾ. അവരെന്തൊക്കെയോ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ കുറെ ട്വിസ്റ്റ് ഒരുമിച്ച് കൊണ്ടുവരാൻ നോക്കിയതുകൊണ്ടാണ് കുറെ കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറെ ഇങ്ങനെ നീണ്ടു. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. കൊള്ളാം, രണ്ടുപേരും കൊള്ളാം. രണ്ടുപേരും എടുത്തു പറയാനായിട്ട് അങ്ങനെ എടുത്തു പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡബിങ് കൊള്ളാം.